ഷാർജയിൽ വിവഞ്ചികയുടെ ആത്മഹത്യ നമ്മളെ വളരെയധികം ഞെട്ടിച്ചു. ഇതാ പിന്നാലെ അടുത്ത ആത്മഹത്യയുടെ കഥ വരുന്നു. അതുല്യ എന്ന ചവറ തെക്കുംഭാഗത്തെ കുട്ടി ഷാർജയിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഇത് കേരളത്തിലെ പല ആൾക്കാരും ഭാര്യാഭർത്താക്കന്മാരും വിദേശത്തും പ്രത്യേകിച്ച് UAE-യിലും മറ്റും പോയി ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ലഹരി കിട്ടത്തില്ലെങ്കിലും ലഭിക്കുന്ന മദ്യം ഇഷ്ടം പോലെ ലഭിക്കും. അത് അടിക്കുക എന്നുള്ള അവിടുത്തെ മലയാളികളുടെ ഒരു സ്ഥിരം സ്വഭാവമാണ്. ഇവിടെ ഇപ്പം അതുല്യ മരിക്കാൻ ആത്മഹത്യ ചെയ്യാൻ തന്നെ കാരണം ഭർത്താവിൻ്റെ മദ്യപാനം തന്നെയായിരുന്നു. ഭർത്താവ് അവിടെ തന്നെ ഒരു കരാർ കമ്പനിയിലെ എഞ്ചിനീയറാണ്. ശാസ്താംകോട്ട സ്വദേശിയാണ്, സതീഷാണ്. അയാൾ സ്ഥിരം മദ്യപാനിയാണ്. കുറേ വർഷങ്ങളായി അയാൾ ഷാർജയിൽ ജോലി ചെയ്യുന്നു, പണം ഉണ്ടാക്കുന്നുണ്ടാവും. അതിന് ഭാര്യ കല്യാണം കഴിഞ്ഞു. ചവറ തെക്കും ഭാഗത്തെ അതുല്യയെ കല്യാണം കഴിച്ചു. ഒരു കുട്ടിയുണ്ട്, അതിനിപ്പം 10 വയസ്സായി. ഈ അതുല്യ നാട്ടിൽ തന്നെയായിരുന്നു. ഇയാൾ മദ്യപാനിയാണ്. ഇയാൾ ഷാർജയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നു. ഭാര്യയെ അങ്ങോട്ട് കൊണ്ടുപോവില്ല. അയാൾക്ക് ഭാര്യയെ കൊണ്ടുപോകാനുള്ള വരുമാനമുള്ള വ്യക്തിയാണ്. പക്ഷേ മദ്യം സ്ഥിരമായിട്ട് കഴിക്കേണ്ട ഒരാവശ്യം അയാൾക്കും അയാളുടെ കൂട്ടുകാർക്കും ഉണ്ട്. അതുകൊണ്ട് ഭാര്യയെ ഒഴിവാക്കി. ഇത്ര നാളും ആ ഭാര്യ നാട്ടിൽ തന്നെയായിരുന്നു. ഏതായാലും അതുല്യയുടെ പിതാവ് രാജശേഖരൻ പിള്ളയും മാതാവൊക്കെ ഇടപെട്ട് ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനുള്ള ശ്രമം നടന്നു. എങ്കിലും ഒരു മാട്രിമോണിയൽ സംബന്ധമായി ഫാമിലി കോടതിയിൽ ഇവർക്ക് 2 പേർക്കും കേസുണ്ടായിരുന്നു. അതെല്ലാം ബന്ധുക്കളും എല്ലാവരും സംസാരിച്ച് ഒത്തീർപ്പിലാക്കി. ഇത്ര നാളും കല്യാണം കഴിഞ്ഞ് ഏകദേശം കുട്ടിക്ക് 7-8 വയസ്സാവുന്നിടം വരെ നാട്ടിൽ തന്നെയായിരുന്നു അതുല്യയും മോളും. അവസാനം ഭർത്താവ് അതുല്യയെ കൊണ്ടുപോകാം, ഷാർജയിലേക്ക് കൊച്ചിനെയും കൊണ്ടുപോകാം, അങ്ങനെ ഒരു ഒത്തീർപ്പെത്തി. ആ പെൺകുട്ടി വളരെ പ്രതീക്ഷയോടെ ഭർത്താവുമായിട്ട് കൂടിച്ചേർന്ന് ചവറയിൽ നിന്ന് അതുല്യ ഷാർജയിലെത്തി. അവിടെ റോളയിലെ ഒരു ഫ്ലാറ്റിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. മദ്യപാനം സ്ഥിരമാണെന്ന് മനസ്സിലായി. ഒരു മാറ്റവുമില്ല, അത് കൂടിക്കൂടി വരുന്നുണ്ട് എന്ന് അതുല്യയ്ക്ക് അറിയാം. എങ്കിലും എങ്ങനെയെങ്കിലും ജീവിച്ച് മുന്നോട്ട് പോകാനാണ് ആ പാവം ശ്രമിച്ചത്. അത് തന്നെയല്ല, അവിടെ പല സ്ഥലത്തുനിന്നും അതുല്യയ്ക്ക് ജോലി ലഭിച്ചു. പക്ഷെ ഭർത്താവ് ജോലിക്ക് അയക്കില്ല. അതുല്യയെ മറ്റൊരാൾ കാണുന്നത് അയാൾക്ക് ഇഷ്ടമില്ല. അയാളുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത ഏതാണ്? അതുല്യ ആരെയും നോക്കുന്നത് ഇഷ്ടമില്ല. അതേസമയത്ത് വേറൊരാൾ അതുല്യയെ നോക്കുന്നത് ഇഷ്ടമില്ല. അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ് ഭർത്താവ് സതീഷ്. അതുകൊണ്ട് അവരുടെ ജീവിതം വളരെ അവിടെ മോശമായി. ഏതായാലും മോളുള്ളത് കൊണ്ട് പ്രശ്നങ്ങൾ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ വരും എന്ന പ്രതീക്ഷയിൽ നാട്ടിലെ 10 വയസ്സുള്ള കുട്ടി നാട്ടിൽ നിന്ന് ഷാർജയിൽ കൊണ്ടുവന്ന് സ്കൂളിലാക്കി. അതുല്യയോടൊപ്പം മകളെത്തി. അപ്പം ക്ഷേമകരമായ നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് പോകും എന്നാണ് കരുതിയത്. പക്ഷെ മോക്ക് ആ സ്കൂളോ ആ ഷാർജയോ പിടിക്കുന്നില്ല. ഭാര്യയും ഭർത്താവിൻ്റെ വഴക്ക് തന്നെയായിരിക്കും മോളുടെ വേറൊരു അതിനെ ദുഃഖിപ്പിച്ച മറ്റൊരു കാര്യം. അത് സ്കൂളിൽ പോവില്ല, നാട്ടിൽ തന്നെ പഠിക്കണം. വല്യമ്മ നാട്ടിലുണ്ട്, വല്യമ്മയുടെ കൂടെ നിൽക്കണം. അവിടെ വല്യപ്പനും വല്യമ്മയുണ്ട്. അവർ പുന്നരിച്ച കൊച്ചിനെ നോക്കും, സ്കൂളിൽ അയക്കും. അവിടെ കുടുംബ പ്രശ്നങ്ങളൊന്നുമില്ല, വഴക്കില്ല. ഇവിടെ നിത്യവും മദ്യപിച്ച് വന്നിട്ട് ആ കുട്ടിയുടെ പിതാവ് അമ്മയെ മർദ്ദിക്കുന്നതൊക്കെ കൊച്ചു കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് ആ കുട്ടി ഷാർജയിൽ വന്നിട്ട് മടങ്ങി വല്യപ്പൻ്റെയും വല്യമ്മയുടെ കൂടെ അത് അങ്ങ് ചവറ തെക്കും ഭാഗം കോയിവിള സൗത്ത് മേലഴകത്ത് ജംഗ്ഷനിൽ താമസിക്കുന്ന രാജശേഖരൻ പിള്ളയുടെ വീട്ടിലേക്ക് തന്നെ കൊച്ചു മടങ്ങി. അത് ഒരു ദുസൂചന തന്നെയായിരുന്നു കുട്ടി മടങ്ങിയത്. കാര്യം ഭാര്യയും ഭർത്താവും എത്ര വഴക്കും ഒക്കെ ഉണ്ടെങ്കിലും കുട്ടികളുള്ളവർ അതിനെ ഓർത്തിട്ട് ആ കുട്ടിയെ ഓർത്തെങ്കിലും 2 കൂട്ടരും വളരെ സംയമനം പാലിച്ച് മുന്നോട്ട് പോകും. പക്ഷെ ഇവിടെ അതുണ്ടായില്ല. ഇയാൾ മദ്യപാനം ദൈനംദിനം കൂടിക്കൂടി വരുന്നു. ഭാര്യയിലും അല്ലെങ്കിൽ കൊച്ചിനേലും യാതൊരു താല്പര്യമില്ല അയാൾക്ക്.
അതാണ് ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് അതുല്യ ഒരു മരണത്തിലേക്ക് സഞ്ചരിക്കാൻ കാരണം. അവർ ഒരു തരത്തിലും ആത്മഹത്യ ചെയ്യില്ല, അവർക്ക് അതിനുള്ള ധൈര്യമില്ല എന്ന് ആ കുട്ടി തന്നെ പലപ്പോഴും സംഭാഷണത്തിൽ പല ആൾക്കാരോടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതുല്യയുടെ സഹോദരിയടുത്ത് അഖില ഗോകുൽ ഷാർജയിൽ തന്നെയുണ്ട്, അവരുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. അവരുടെ വിഷമതകളും മറ്റും റെക്കോർഡ് ചെയ്ത് സഹോദരിക്ക് അയക്കും. ഇയാൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കരഞ്ഞുകൊണ്ട് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ആത്മഹത്യ ചെയ്യാൻ പോലും പേടിയാണ്, എനിക്ക് കഴിയില്ല ഇതിന് എന്നൊക്കെയാണ്. പക്ഷേ ഇതെല്ലാം പറഞ്ഞിട്ടും ധൈര്യം സംഭവിച്ച് ആത്മഹത്യയിലേക്ക് ആ കുട്ടി നടന്നു പോയി എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം. കാരണം പല രീതിയിലും അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാൻ അവർ ശ്രമിച്ചു. ഒന്നാമത് ഭർത്താവ് നല്ല മദ്യപാനിയാണ്, ദൈനംദിനം അയാൾ മദ്യപിക്കും. നേരത്തെയൊക്കെ ചെറുതായിട്ടൊക്കെ മദ്യപിച്ച് വന്നിരുന്ന ആൾ ഇപ്പം ഫുൾ ടൈം മദ്യപത്തിൽ മാത്രമേ കാര്യങ്ങൾ നീക്കുകയുള്ളൂ. അതുതന്നെയല്ല, മദ്യപിച്ച് കഴിഞ്ഞാൽ അവരെ ഉപദ്രവിക്കുകയും ചെയ്യുമായിരുന്നു. അത് സഹിക്കാൻ കഴിയില്ല അവർക്ക്. അവർ കരഞ്ഞുകൊണ്ട് പല സംഗതികളും റെക്കോർഡ് ചെയ്ത് സഹോദരിയെയും മറ്റും പിള്ളേരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. എങ്കിലും ഇയാൾ കഴിഞ്ഞ ദിവസം മദ്യപിച്ച് വീട്ടിൽ വന്ന് ഇവരെ ഉപദ്രവിച്ചു. മകള് മടങ്ങിപ്പോയി, ഒറ്റയ്ക്കാണ്. ഇവരെ വളരെയധികം ഉപദ്രവിച്ചു. ഇവരുടെ വയറ്റിൽ ചവിട്ടി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട്. അതിനുശേഷം അയാൾ വഴക്കിന് ശേഷം കൂട്ടുകാരുടെ ഒത്ത് അജ്മലിലേക്ക് പോയി മദ്യപിക്കാൻ. അവിടുന്ന് നേരെ കാറിൽ അജ്മലിൽ പോയി. എല്ലാവരും അങ്ങനെയാണ്, പലരെ എനിക്കറിയാം മദ്യപാനികളെ. അജ്മലിൽ പോയി സുഖമായിട്ട് പോയിരുന്ന് മദ്യപിക്കും. അതിനുശേഷം രാത്രിയിൽ ഇയാൾ ഭാര്യയെ ഉപദ്രവിച്ച ശേഷം അയാൾ കൂട്ടുകാരൊത്ത് കാറിൽ അജ്മലിൽ പോയി മദ്യപിക്കാനായിട്ട്. വെളുപ്പാങ്കാലത്ത് അയാൾ തിരിച്ചു വന്നു. അയാൾ തിരിച്ചു വന്നപ്പോഴാണ് റോളയിലെ ആ ഫ്ലാറ്റിൽ ഇവർ തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. വളരെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ്. നമുക്ക് വിഭജികയുടെ വാർത്തയിൽ നമ്മളെല്ലാം ഞെട്ടിത്തിരിച്ചു പോയതാണ്. അതിലും വളരെ മോശമായ രീതിയിലുള്ള പെരുമാറ്റവും അതുപോലെ മോശമായ രീതിയിലുള്ള അക്രമവും എല്ലാം നടത്തി ഇവ വീണ്ടും ഒരു മലയാളി പെൺകുട്ടി അതുല്യ അവിടെ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അവർക്കൊരു കുട്ടിയുണ്ട് നാട്ടിൽ എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. പല വീടുകളും സൗകര്യവും സാമ്പത്തികമൊക്കെ ഉണ്ടെങ്കിലും അനാഥരാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. രാജശേഖരൻ പിള്ള ആ പിതാവിൻ്റെയും അവരുടെ അമ്മയുടെയും ദുഃഖം, അവരുടെ ബന്ധുക്കളുടെ ദുഃഖം ഈ കാര്യത്തിൽ ഈ വിവരങ്ങളെല്ലാം അവരുടെ മറ്റൊരു സഹോദരി അവിടെ തന്നെ ഉള്ളവർ നാട്ടിൽ അത് മുഴുവൻ അയച്ചു കൊടുത്തു. ആ പെൺകുട്ടിയുടെ ദുഃഖം, പ്രയാസങ്ങളും ഉപദ്രവങ്ങളൊക്കെ ഏറ്റതിന് ശേഷം കരയുന്നതെല്ലാം സങ്കടത്തോടെ കരയുന്നത് പോലെ എല്ലാം ചിത്രീകരിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളെല്ലാം അവരുടെ സഹോദരി അഖിലയുടെ കൈവശമുണ്ട്. അത് നാട്ടിലേക്ക് അയച്ചു കൊടുത്തു. ദുഃഖാർത്ഥരായ വീട്ടുകാർ അതെല്ലാം കണ്ടു. 11 വർഷമായി അതുല്യയുടെ കല്യാണം കഴിഞ്ഞിട്ട്. അത് 10 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്, ഒരു പെൺകുട്ടിയുണ്ട്. ഏതായാലും അവർ ആ ഫാമിലി കോടതി കേസും ബഹളവും വക്കീൽ നോട്ടീസൊക്കെ ആയെങ്കിൽ ഒത്തൊരുമിക്ക ഒരു തീരുമാനം എടുത്തത് അതുല്യ എടുക്കാൻ കാരണം ആ കുട്ടിയെ കരുതി തന്നെയാണ്. കുട്ടി ഉള്ളത് കൊണ്ട് പിതാവായ ആള് കുറച്ച് വ്യത്യാസം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് വീണ്ടും വന്ന് യോജിച്ച് ഒന്നിച്ച് താമസിക്കാൻ കാരണമായത്. അത് തീർച്ചയായിട്ടും അതുല്യ എടുത്ത തീരുമാനം ശരിയായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വീട്ടുകാരും നാട്ടുകാർക്കും ഇവൻ്റെ സ്വഭാവത്തിന് മാറ്റം വല്ലതും ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടിയിരുന്നത്. ഒരു മാറ്റവുമില്ല, ഒന്നുകൂടെ മോശമായ സ്വഭാവത്തിലേക്ക് അയാൾ പോയി. അതിനുശേഷം ഈ കുട്ടിയെ ഉപദ്രവിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പം ആ തീരുമാനം തെറ്റായിരുന്നു. അവർക്ക് രാജശേഖരൻ പിള്ളയ്ക്ക് തീർച്ചയായിട്ടും അവരുടെ മകളെ നഷ്ടമായി. ഇനി ഒരു മകള് അഖില, അതും സഹോദരിയായി തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നുണ്ട്. സഹോദരിയോട് തൻ്റെ ദുഃഖങ്ങളെല്ലാം പങ്കുവെച്ച് തനിക്ക് ആത്മഹത്യ ചെയ്യാനുള്ള ശക്തിയില്ല എന്ന് വരെ ആ പെൺകുട്ടി പറഞ്ഞു വെച്ചത് കാണുമ്പോൾ സങ്കടകരമായ അവരുടെ സംഭാഷണങ്ങൾ കേൾക്കുമ്പം അതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ വീടുകളിൽ നടക്കുന്ന സംഭവങ്ങളാണല്ലോ എന്ന് ഓർക്കുമ്പം ദുഃഖം തന്നെ നമുക്ക് എല്ലാവർക്കും തോന്നുന്നു. അതുകൊണ്ട് ഇതുപോലെയുള്ള അവസ്ഥയിൽ ധാരാളം കുടുംബങ്ങൾ കേരളക്കരയിലുണ്ട്, വിദേശത്തും ഉണ്ട്. പല ആൾക്കാർക്കും ഈ രീതിയിലുള്ള സങ്കടകരമായ വർത്തമാനങ്ങളെല്ലാം നാട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നത് എനിക്കറിയാം. എൻ്റെ അടുത്ത് അടുത്ത കാലത്ത് 1-2 സ്ത്രീകൾ വിദേശത്തുനിന്ന് വന്നു.
അത് ഗൾഫിലല്ല, കാനഡയിൽ നിന്നും അതുപോലെ തന്നെ UK നിന്നും വന്നു. അവർക്കൊക്കെ ഇപ്പോൾ 40-45 വയസ്സുള്ള സ്ത്രീകളാണ്. ഭർത്താക്കന്മാരുടെ അവരുടെ കുടുംബത്തിൽ യാതൊരു നോക്കാതെ, അല്ലെങ്കിൽ കുടുംബത്തിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിയിലുള്ള പെരുമാറ്റവും നടപ്പും കൂട്ടുകെട്ടും മദ്യപാനവും വളരെ മോശമായ രീതിയിലുള്ള സെക്ഷൽ ആക്ടിവിറ്റീസും ഒക്കെ നടത്തുന്നത് ഈ പാവം പിടിച്ച സ്ത്രീകൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച എൻ്റെ അടുത്ത് 2-3 പേര് വന്ന് പറഞ്ഞു. അപ്പോൾ അത് കൈവിട്ടു പോകുന്നു നമ്മുടെ കുടുംബ അന്തരീക്ഷങ്ങളെല്ലാം. പ്രത്യേകിച്ച് വിദേശത്ത് പോകുന്നവരെല്ലാവരും അവിടെ ചെന്ന് അവിടുത്തെ കൾച്ചർ അനുസരിച്ച് ഡൈവോഴ്സിലേക്കും മറ്റതൊക്കെ പോകുമ്പോൾ പെൺകുട്ടിയും കുട്ടികളും ഒറ്റപ്പെടുന്നുള്ള കാര്യം ഭർത്താക്കന്മാർ മറക്കരുത്. അവരെ നാട്ടിലാക്കുക, സുരക്ഷിതമാക്കുക, നിങ്ങൾ തോന്നിയ ദിവസം നടന്നോളുക, ആ ബന്ധം വിച്ഛേദിച്ച് പൊക്കൊള്ളുക എന്നേ ഞാൻ പറയാൻ ഒക്കുള്ളൂ. കാരണം പലരുടെ അവസ്ഥ, സ്ത്രീകളുടെ പലരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. എടുക്കുന്ന തീരുമാനം ഇപ്പം തന്നെ ഒരു ജീവിതം കെട്ടിപ്പടുക്കാം എന്ന് കരുതി തന്നെയാണ് നമ്മുടെ ഈ പെൺകുട്ടി ഭർത്താവിൻ്റെ അടുത്ത് പോയി ചേരാൻ വൈമനസ്യത്തോടെ അതില്യ തയ്യാറായത്. കുട്ടിയെ കരുതി, വീട്ടുകാരെ കരുതി. പക്ഷേ കാര്യങ്ങൾ എങ്ങും എത്തിയില്ല. ഒന്നുകൂടെ മോശമായി ആ കുട്ടി ആത്മഹത്യയിലേക്ക് പോവുകയും ചെയ്തു.